രണ്ടുപേർ പ്രാർത്ഥിക്കാനായി പോയി. പോയവരാരാണ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പോയ ആ ചുങ്കക്കാരൻ ഒരു സാധാരണ ആളാണ്? നേടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നത്, നേടുന്നതിൽ നിന്ന് പതാരം കൊടുക്കുന്നതല്ല പറഞ്ഞത്. പതാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ടൈത്ത്, 10th 1 കൊടുക്കുന്നവൻ. അപ്പൊ അയാൾ സാധാരണക്കാരനല്ല. ഞാൻ നേടുന്നതിൽ നിന്നാണ് പതാരം കൊടുക്കുന്നത്, അയാൾ നേടുന്ന എല്ലാത്തിൽ നിന്നും പതാരം കൊടുക്കുന്നയാളാണ്. ആഴ്ചയിൽ 3 ദിവസം ഉപവസിക്കുന്നയാൾ, ജീരകം എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത് അതിന് മുഴുവൻ പതാരം കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുന്നവൻ, 5 യാമങ്ങളിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവൻ, ദേവാലയത്തിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവൻ. പക്ഷെ അയാളുടെ പ്രാർത്ഥന ദൈവഭാഗം ഉയരുന്നില്ല. എന്നാൽ മറ്റേ ആളെ നോക്കൂ, അയാൾ ചുങ്കക്കാരനാണ്, അയാൾ പാപിയാണ്, അയാൾ സ്വർഗത്തോട് പാപം ചെയ്തവനാണ്. പക്ഷെ അയാളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. എന്താണ് ഇതിനിടെ സംഭവിച്ചത്? രണ്ടുപേരുടെയും പ്രവൃത്തികളിൽ അശുദ്ധമായ പ്രവൃത്തി ഉള്ളത് ഈ ചുങ്കക്കാരന്റെ കയ്യിലാണ്. ചുങ്കക്കാര കാലത്തിൽ കോടാലിക്കൈകൾ എന്നറിയപ്പെടുന്ന റോമ ഗവൺമെന്റ്. സോ അവരെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. എന്നിട്ടും അയാളുടെ പ്രവൃത്തി ഇതാ എത്രയോ വിലപ്പെട്ടതായി മാറുകയാണ്. എന്താണ് അയാളുടെ പ്രാർത്ഥന കേൾക്കാൻ എന്താ മുഖാന്തരമായത്? എന്തുകൊണ്ടാണ് ദൈവം അയാളുടെ പ്രാർത്ഥന കേൾക്കുന്നത്? മറ്റേയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? മറ്റേയാൾ തന്റെ പ്രവൃത്തിയുമായി ചെല്ലാൻ ശ്രമിച്ചപ്പോൾ ഇയാളിതാ ദൈവത്തിന്റെ കരുണയെ, ഈശോയുടെ പ്രവൃത്തിയെയും കൂടെ തന്റെ പ്രവൃത്തിയോട് ചേർത്ത് വെക്കുകയാണ്. ഇവിടെയാണ് അതിൻ്റെ സൗന്ദര്യം നമ്മൾ അറിയുന്നത്. ഇതാണ് ശരിക്കും ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളിൽ അതിനെ പൂർത്തീകരിക്കും. ജീവിതകാലം മുഴുവൻ കള്ളനായി, മോഷ്ടിച്ചും, കൊലപാതകം നടത്തിയും ജീവിച്ചവനെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞ് പർദീസയെ കയറ്റിയത്. അവന് പർദീസയിൽ കയറാനുള്ള യോഗ്യത എന്നാ? അവന്റെ യോഗ്യതയുടെ പേരാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ പീഡാസഹനം. അവൻ പറയുകയാണ്, നമ്മളൊക്കെ ചെയ്തേന അനുഭവിക്കുന്നത് ഈ മനുഷ്യൻ നമുക്ക് വേണ്ടി അനുഭവിക്കുന്നേ, എനിക്ക് വേണ്ടി അത് അനുഭവിക്കുന്നേ. ദാറ്റ് മീൻസ് ഈസ് അഡോപ്റ്റിംഗ് ദാറ്റ് ഇൻ ടു ഹിസ് അക്കൗണ്ട്. തന്റെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുക. അവിടെ തുടങ്ങുക ആ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ശരിക്കും ഞാൻ പറയുന്നത് എന്താ അറിയാം,